സർ, ഞാനിവിടെ ഈ ബിനാലെ കാണാൻ വരുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് നല്ലതുപോലെ ഉണ്ട്. സാർ ഇവിടെ ഒത്തിരി വർഷങ്ങളായിട്ട് ഈ ബിനാലെ കാണാൻ വരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞങ്ങൾ വളർന്നു വരുന്ന യുവതലമുറയോട് സാറിന് എന്താണ് പറഞ്ഞു തരാനുള്ളത്? ഇത് ഒരു കൊച്ചി ബിനാലെ ഞാൻ ആദ്യം മുതൽ കാണുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കലാപ്രദർശനമാണിത്. അതേസമയം ഈ ഏഷ്യയിലെ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും വലിയ സമകാലിക കലയുടെ പ്രദർശനം എന്നും ഈ ബിനാലെയെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ലോകമാകെ അറിയപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് മലയാളിക്ക് ഏറ്റവും അധികം അഭിമാനിക്കാവുന്ന ഒന്നാണ് കൊച്ചി ബിനാലെ. കാരണം ലോകത്തെ ടൂറിസ്റ്റുകളെ എല്ലാം ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കലാ സംസ്കാരത്തിലും ചിന്തകളിലുമൊക്കെ വലിയ മാറ്റം പുതിയ തലമുറ ഉൾപ്പെടെ ഉണ്ടാക്കാൻ ബിനാലെ കഴിഞ്ഞിട്ടുണ്ട്. കലാകാരന്മാരുടെ കൂട്ടായ്മയായ കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ 2010 സ്ഥാപിതമാവുന്നത്. പശ്ചിമ കൊച്ചിയിൽ പ്രധാനമായും നടത്തപ്പെടുന്ന കൊച്ചി മുസീരീസ് ബിനാലെ സംഘടിപ്പിക്കപ്പെടുന്നത് കൊച്ചി ബിനാലെ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ്. കേരള സർക്കാരിൻ്റെ പരിപൂർണ പിന്തുണയോടെ നടത്തപ്പെടുന്ന ഈ കലാമേള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കലാ പ്രദർശനമാണ്. 2 വർഷങ്ങൾ കൂടുമ്പോൾ സംഘടിപ്പിക്കപ്പെടുന്നു എന്നതുകൊണ്ടാണ് ബിനാലെ എന്ന് ഈ പ്രദർശനമേള വിശേഷിപ്പിക്കപ്പെടുന്നത്. കൊച്ചി ബിനാലെയുടെ 6ാം ലക്കമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. 25-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 66 ആർട്ടിസ്റ്റ് പ്രോജക്റ്റുകളാണ് ഇത്തവണത്തെ ബിനാലെയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യാന്തര പ്രശസ്തനായ കലാകാരൻ നിഖിൽ ചോപ്രയും ഗോവയിലെ HH ആർട്ട് സ്പേസും ചേർന്ന് ക്യൂറേറ്റ് ചെയ്യുന്നതാണ് കൊച്ചി ബിനാലെയുടെ ഈ 6ാം എഡിഷൻ. ഇങ്ങനൊരു തോട്ട് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു അർജന്റീനിയൻ കലാകാരൻ നമുക്ക് വേണ്ടി വന്നല്ലേ? ഹായ്, നീരജ്. സുനിൽനാഥ്, സൗമ്യ. നീരജ്, നമ്മളിപ്പോ പലപ്പോഴും പറയാറുണ്ട് ഹോട്ടലുകളിലൊക്കെ പഴയ ഭക്ഷണം കൊടുക്കുന്നു അല്ലേ? പഴയ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതൊക്കെ ആയിട്ടുള്ള സാധനം അവർ പിന്നെയും ചൂടാക്കി കൊടുക്കുന്നു. പക്ഷെ അതിനേക്കാളും നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കയറിയാൽ നമ്മുടെ വീടുകളിൽ അതിനേക്കാളും പഴക്കമുള്ള സാധനം പിടിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിക്കുന്ന സാധനങ്ങൾ ധാരാളം വീടുകളുണ്ട്. ചിലപ്പോൾ കുറേ ദിവസം നമ്മളിത് കഴിക്കേണ്ടി വരും. പലപ്പോഴും ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങി വെക്കും. അപ്പൊ ഇത് കണ്ടപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് ആണോ ഈ ഇൻസ്റ്റലേഷൻ ചെയ്ത കലാകാരൻ ഉദ്ദേശിച്ചത്? അതെ, യെസ്. സോ ഇത് ഏഡ്രിയൻ വില്ല റോയ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്. പുള്ളിക്കാരൻ അർജന്റീനയിലാണ്. അപ്പൊ ആള് ആക്ച്വലി ഇങ്ങനത്തെ ഡയറാമാസ് ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ലൈവ് ആയിട്ടുള്ള ഡയറാമാസ് അതിങ്ങനെ സമയം പോകുന്തോറും അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ ഇത് ഡിസംബറിൽ നമ്മളിങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മള് സ്ഥിരമായി ഉപയോഗിക്കുന്ന കേരളത്തിൽ കണ്ടുവരുന്ന പ്രൊഡ്യൂസേഴ്സ് ആണ് ഇവിടെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ വീടുകളിൽ കാണുന്ന ഉൽപ്പന്നങ്ങളാണ് കൂടുതലും. അതെ അതെ, നമ്മൾ കഴിക്കുന്ന സാധനങ്ങളാണല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇപ്പൊ 6 ഫ്രിഡ്ജസ് ഉണ്ട്. 6 ഫ്രിഡ്ജിൽ വന്നിട്ട് പല സാധനങ്ങൾ അവർ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഫ്രീസ് ചെയ്യുന്ന സമയത്തും അതിങ്ങനെ അഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ ദിവസം വരുന്ന സമയത്ത് കൂടുതൽ അഴുകി ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും. അതെ, നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിൽ ഇരുന്ന് അഴുകുന്നതിന് തുല്യമായി ഇവിടെയും അഴുകുന്നു. അതെ 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 അതെ. ഇവിടെ പലരും വന്നിട്ട് ഇനിയിപ്പോ ഒരു മാസം കഴിഞ്ഞാൽ ഇത് മാർച്ച് 31 വരെ ഇങ്ങനെ തന്നെ ഇരിക്കും. അതാണ് അതിന്റെ ഒരു കല. അതെ. അപ്പൊ ലോകത്ത് എങ്ങനെയാണ് കൺസ്യൂമറിസം കൂടുന്നത്? നമുക്ക് ആവശ്യത്തെക്കാൾ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അല്ല എങ്ങനെയാ അഗ്രികൾച്ചർ വർക്കാവുന്നതൊക്കെയാണ് ആള് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഒരു മിനിമലിസത്തിന്റെ ഒരു പ്രചാരണം ഇതിന്റെ
ഈ കലാരൂപത്തിന് പിന്നിലുണ്ടോ അങ്ങനെ ഒരു ചിന്ത? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം മിനിമലൈസ് ചെയ്യുക, ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം വാങ്ങുക, ആവശ്യത്തിനുള്ളത് മാത്രം ഉപയോഗിക്കുക എന്നൊരു സന്ദേശം. പക്ഷെ നമ്മളെങ്ങനെ എടുക്കുന്നു എന്നും കൂടിയല്ലേ മേ ബി മനസ്സിലാക്കുന്നു. അതെ 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 അതെ. നമ്മളുടെ ആവശ്യം എപ്പോഴും ഇത് ചെയ്തിട്ട് അതിന് കൂടുതൽ ആവശ്യങ്ങൾ നമുക്ക് ഉണ്ടോ ഇല്ലേ നമ്മളെന്ന് ആലോചിച്ച് ചെയ്യണ പോലെയാണ് ആർട്ടിസ്റ്റ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മള് നേരിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചിലപ്പോ ഭക്ഷണമില്ലായ്മ ഇതൊന്നും അല്ല, എസ്പെഷ്യലി കേരളത്തില്. പക്ഷെ അർജന്റീനയിൽ ഇപ്പോഴും പട്ടിണിയുണ്ട്. അവിടുത്തെ ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാറില്ല, അവിടെ ദാരിദ്ര്യമുണ്ട്. പക്ഷെ നമുക്ക് കേരളത്തിൽ അങ്ങനെ ഭക്ഷണം കിട്ടാണ്ട് മരിച്ചു എന്ന് നമ്മൾ കേട്ടിട്ട് കുറച്ച് കാലമായി. സോ എനിക്ക് അതിനൊരു വ്യത്യാസമുണ്ട്. ആ ഒരു കാഴ്ചപ്പാട് അർജന്റീനൻ കലാകാരന് ഉണ്ടായിരുന്നിരിക്കാമോ? അതെ, ഉണ്ടാവാം. എഡ്രിയാൻ വില്യാറോയർ അർജന്റീനയിലെ റൊസാരിയോ എന്ന സ്ഥലത്ത് 1980 ജനിച്ച കലാകാരനാണ്. റീന ഷിമീൻ്റെ എന്ന 2015 ചെയ്ത തൻ്റെ കലാപരമ്പരയിൽ നിന്നുള്ള 2 ശില്പങ്ങളാണ് കൊച്ചി മുസൂരീസ് ബിനാലെയിൽ എഡ്രിയാൻ അവതരിപ്പിക്കുന്നത്. പ്രധാന ബിനാലെ വേദിയായ അസ്പിൻ വാളിൽ സ്ഥാപിച്ചിരിക്കുന്ന പഴയ മോഡലിലുള്ള ഫ്രിഡ്ജുകളുടെ തുറന്നിട്ടിരിക്കുന്ന ഫ്രീസറിൽ ജീർണതയുടെ പല ഘട്ടങ്ങളിലുള്ള ജൈവ വസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഫ്രിഡ്ജുകളിലെ ഓരോ വസ്തുവും, ഈ ഫ്രീസറുകളിലെ ഓരോ വസ്തുവും ക്യാപിറ്റലിസം എങ്ങനെ ഭൂമിയെ പുനർക്രമീകരിക്കുന്നു എന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. ആയിരത്തി 1990 ന്യൂഡൽഹിയിൽ ജനിച്ച കലാകാരിയാണ് കീർത്തിക കൈൻ. സിഡ്നിയിൽ ദാരുക് പ്രദേശം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കീർത്തിക കെയ്ൻ സമൂഹം തങ്ങളുടെ ആചാരങ്ങളിലും ചടങ്ങുകളിലും ഉപയോഗിക്കുന്ന വസ്തുക്കൾ പരീക്ഷണാത്മക പ്രിന്റ് നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ. ടാറിലും സ്വർണ്ണത്തകിടിലും തീർത്ത കലാസൃഷ്ടികൾക്കൊപ്പം കാഴ്ചയുടെ ഇടത്തെ അടയാളപ്പെടുത്തുന്ന തരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു കൂട്ടം ചെമ്പ് ഫലകങ്ങളുമാണ് ഈ പ്രദർശനത്തിൽ കീർത്തിക കെയ്ൻ അവതരിപ്പിക്കുന്നത്. Hello. Are you from? I'm from Chennai. Chennai. Tamil? Oh, ஆமா தமிழ் தான். Okay. நீங்க கொச்சியில ஃபர்ஸ்ட் டைமா? ஆமா, இதான் என்னோட ஃபர்ஸ்ட் பியனாலே. ஃபர்ஸ்ட் பினாலேயா? ஆமா, நான் இங்க 2 நாளா இருக்கேன். என்னோட ஃப்ரெண்டோட வந்திருக்கேன். Okay. And the students installation எல்லாமே லைக் நான் பார்த்துட்டு இருக்கேன். It's like ரொம்ப நல்லா இருக்கு. ரொம்ப நல்லா. We are very happy and also this you have different like you know the display of art. It's amazing. We are having a good time. 2 നാളா ரொம்ப സന്തോഷം, ரொம்ப நல்லா இருக்கு. Okay, നന്ദി. thank you. Thank you. ഇത് നമ്മുടെ ഒരു മലയാളി ആർട്ടിസ്റ്റിന്റെ ഒരു വർക്കാണ്. അതെ അതെ, ഇത് RB ഷജിത്ത് പറഞ്ഞ ആർട്ടിസ്റ്റിന്റെ വർക്കാണ്. ആള് കണ്ണൂരാണ്. അപ്പൊ ഈ വർക്കിന്റെ പേര് വൈപ്പിംഗ് ഔട്ട് എന്നാണ്. അപ്പൊ ആളുടെ ഒരു സീരീസ് വർക്കിൽ നിന്നുള്ള 2 ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ആളിങ്ങനെ വലിയ ലാൻഡ്സ്കേപ്പുകളെ വരയ്ക്കാറ്. അപ്പൊ ആളുടെ നാട്ടില് ആള് കണ്ട് വളർന്ന നാടും അയാളുടെ കണ്ണൂര് ആളുടെ പ്രകൃതിയൊക്കെയാണ് ആളിവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഇങ്ങനത്തെ സ്ഥലങ്ങളും ഇങ്ങനത്തെ വീടുകളൊക്കെ ഇപ്പൊ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ കേരളത്തില് ഗ്രാമീണത തന്നെ ഇല്ലാതാവുകയും ഗ്രാമങ്ങളിൽ ഗ്രാമീണ പട്ടണങ്ങളായി മാറി. പട്ടാമ്പിക്കാരിയാണ്, അതൊരു പട്ടണമായി. അതെ 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 അതെ. ഇല്ല, ഞങ്ങളുടെ നാട് ഇപ്പോഴും ആ ഒരു തനിമയിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ഒട്ടുമിക്ക സ്ഥലങ്ങളും ഇപ്പോഴും ആ ഒരു ട്രഡീഷണൽ വൈബ് കൊണ്ട് നടക്കുന്ന ഒരു നാട്. കണ്ണൂർ അങ്ങനെ ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ഇതിലിപ്പോ മയിലൊക്കെ വന്നിരിക്കുന്നുണ്ട്. അതെ അതെ അതെ, മയിലുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യം നോക്കുമ്പോൾ നമുക്ക് ഓരോ പുതിയ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഐ തിങ്ക് ഇത് കുറച്ച് നമ്മൾ ബാക്ക് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും അതിന്റെ ആ ഒരു വിഷ്വല് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അത് അതിന്റെ ഒരു സൂക്ഷ്മാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലേ അതെ. ഒരുപാട് കാര്യങ്ങൾ. ആളിപ്പോ ഇങ്ങനത്തെ വലിയ ഒരു
ലാൻഡ്സ്കേപ്പ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണ്ടാവില്ല. നമ്മൾ ചുറ്റും നടക്കുന്ന കുറെ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മൈലിനെ സ്ഥിരം കാണുന്ന കാര്യം നമ്മളതിന് ശ്രദ്ധ കൊടുക്കണ്ടാവില്ല. അപ്പൊ ആള് അങ്ങനത്തെ കുറെ ചില കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ സമയത്തും നോക്കുന്ന സമയം നമുക്ക് ഓരോ പുതിയ കാര്യങ്ങൾ കാണാനും ചെയ്യാനും പറ്റും. സോ ഇതിന്റെ തന്നെ ഒരു ചെറിയ പെയിന്റിംഗ് ആണ് അവിടെ ഉള്ളത്. ഇത് കുറച്ചുകൂടി ആ ചുമട്ടിലൊരു അതെ 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 ഇതേ പെയിന്റിംഗ് ആണ്. ഇത് ഒന്നും കൂടി സൂം ഇൻ ചെയ്തിട്ട് ഇത് അക്രിലിക് ആണ്, ഓയിൽ അക്രിലിക്. അതെ ഇത് ഇവിടെ ഓൺ സൈറ്റിൽ തന്നെയാണ് പെയിന്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്ന് വരച്ചത് അല്ല അല്ല അല്ല. ഇതിന്റെ ഒരു നീളം 50 അടി, ഇതിലൊരു 10 ഇതുണ്ട് തോന്നുന്നു, 10 ബോട്ട്സ് ഉണ്ട്. ഇതൊരു 14 ദിവസം കൊണ്ട് വരച്ചതാണ് ആർട്ടിസ്റ്റ് ഇവിടെ വന്നിട്ട്. ഐ തിങ്ക് ഇതൊരു കാവ്, ആ ഒരു തറവാട്. അതെ അതെ അതെ. കണ്ണൂര് കാവുകൾക്ക് പ്രസിദ്ധമാണല്ലോ, അപ്പൊ അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ആള് വരച്ചിട്ടുള്ളത്. അതെ അതെ അതെ. കാലാവസ്ഥയ്ക്കും ഋതുഭേദങ്ങൾക്കും അനുസരിച്ച് തൊഴിലെടുക്കുന്ന കുടിയേറ്റ തൊഴിലാളികളുടെ ജീവിതവും അധ്വാനവുമാണ് ബലിയ സ്വദേശിയായ ബിരേന്ദർ യാദവിന്റെ കലാപ്രവർത്തനത്തിന്റെ കാതലായ വിഷയങ്ങൾ. ഓൺലി ദി എർത്ത് നോസ് ദെയർ ലേബർ. ഭൂമിക്ക് മാത്രമേ അവരുടെ അധ്വാനം അറിയൂ എന്ന ഏറ്റവും പുതിയ കലാസൃഷ്ടി തൊഴിലാളികൾ ഇല്ലാത്ത ഒരു ചൂളയുടെ അന്തരീക്ഷവും ഘടനകളും പുനർനിർമ്മിക്കുകയാണ്. അതിനെ ചുറ്റി നിൽക്കുന്ന ഇഷ്ടികച്ചുവരുകളുടെയും പടികളുടെയും ഭൂവിധാനത്തിലൂടെ അവരുടെ അസാന്നിധ്യത്തിൽ ദൃശ്യമാവുന്നത് അധ്വാനത്തിൻ്റെ തീവ്രത മാത്രമാണ്. ഒരേ രൂപത്തിലുള്ള ഇഷ്ടികകൾ അടുക്കി വച്ചിരിക്കുന്നതും അവയുടെ ബാഹുല്യവും സൂചിപ്പിക്കുന്നത് നവംബർ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ ആ തൊഴിലാളികൾ നേരിടുന്ന തുടർച്ചയായ കഠിനാധ്വാനത്തിൻ്റെ സമ്മർദ്ദത്തെയാണ്. ഈ സീസൺ കഴിഞ്ഞാൽ തൊഴിലാളികളുടെ താൽക്കാലിക താമസ സ്ഥലങ്ങൾ പൊളിച്ചു മാറ്റുകയും ചൂള അടച്ചുപൂട്ടുകയും ചെയ്യുന്നു. ഈ ഇടം സൃഷ്ടിച്ചവരുടെ അഭാവത്തിൽ അവിടുത്തെ അന്തരീക്ഷമാകെ ഇരുൾ കനത്ത പോലെയാകുന്നു. ഓരോ ഇഷ്ടികയിലുമുള്ള അവരുടെ കൈപ്പത്തിയുടെ അടയാളങ്ങൾ അവരുടെ ഉടലിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്.
ഒമൻസ് ഡ്രോൺ ബൈ ലൈറ്റനിങ്. കൊച്ചി, കൊളംബോ, സിംഗപ്പൂർ തുറമുഖങ്ങളുടെ പ്രതിധ്വനിയുള്ള ഇൻസ്റ്റലേഷനുകളുടെയും പെർഫോമൻസുകളുടെയും ഭാഗമാണ്. വ്യാപാരത്തിന്റെയും യാത്രയുടെയും ഓർമ്മകളുടെയും കേന്ദ്രങ്ങളായ ഈ സമുദ്രാന്തര താരാപഥത്തിലെ ഓരോ തുറമുഖത്തെയും നിരീക്ഷിക്കുന്ന ഈ സൃഷ്ടി നഷ്ടം, പ്രതിരോധം, പുനരുജ്ജീവനം എന്നീ സാമൂഹ്യവും സാംസ്കാരികവും പാരിസ്ഥിതികവുമായ ചരിത്രങ്ങളിൽ വേരൂന്നിയതാണ്. സിംഗപ്പൂരിൽ നിന്നുള്ള കലാകാരി സെറീന മുഹമ്മദിന്റെ സൃഷ്ടിയാണിത്. ഭൂമിയെയും മനുഷ്യരെയും തമ്മിൽ വേർതിരിക്കുന്ന ചൂഷണപരമായ മൂലധന ബന്ധങ്ങൾ മൂലമുണ്ടാവുന്ന ഇന്നത്തെ പ്രതിസന്ധികളെ ഗ്ലോബൽ സൗത്തിലെ സമ്പന്നമായ ആചാരങ്ങൾ, മാന്ത്രികത, പരസ്പര പോഷണം മുതലായവയിൽ നിന്നുള്ള അറിവുകൾ വഴി പരിഹരിക്കാമെന്ന് അവർ ഈ പ്രതിഷ്ഠാപനത്തിലൂടെ സൂചിപ്പിക്കുന്നു. ഈ കൂജയിലെ വെള്ളം എന്നൊക്കെ പറയുമ്പോഴേ എനിക്കൊരു നൊസ്റ്റാൾജിയാണ്. എനിക്കും അതെ. നിനക്കങ്ങനെ നൊസ്റ്റാൾജി? എന്ത് നൊസ്റ്റാൾജി? എടേ, എന്റെയൊക്കെ ബാല്യകാലത്ത് കൂജയിലെ വെള്ളമാണ്. അന്ന് ഫ്രിഡ്ജൊന്നുമില്ല. ഞാനും കുടിച്ചിട്ടുണ്ട്. എന്റെ വീട്ടില് കുടിച്ചിട്ടുണ്ടല്ലേ? പട്ടാമ്പിക്കാരി ആയതുകൊണ്ടാണ്, ഒരു ഗ്രാമീണ പെൺകുട്ടി ആയതുകൊണ്ടാണ്. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചൊരു ഒരു കൗമാരകാല ഒരു ഗൃഹാതുരത്വം ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കൂജയും കൂജയിലെ വെള്ളവും. അത് വാങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഇങ്ങനെ മൺകൂജയിൽ വെള്ളം നിറച്ചിട്ട് കുടിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നിട്ട് ഇത് കണ്ടപ്പോ ഈ മൺകൂജയിലെ വെള്ളത്തിനുള്ള ഒരു തണുപ്പുണ്ടല്ലോ, അതൊരു സുഖമാണ്. തീർച്ചയായിട്ടും ഈ ബിനാലെ സ്ഥലിയിൽ വരേണ്ടി വന്നു ഇത് വീണ്ടും നമുക്ക് ഓർത്തെടുക്കാൻ. തീർച്ചയായിട്ടും അതും ഒരു കലയാണ്. അതെ. ഇതിപ്പോ നിപ്പയുമായിട്ട് ഒരു ബന്ധപ്പെട്ടുള്ള അല്ലെ, ഒരു നിപ്പയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്ട്. സോ ഇത് പല്ലവി പോൾ പറഞ്ഞ ആർട്ടിസ്റ്റിന്റെ വർക്കാണ്. പല്ലവി പോൾ മലയാളി അല്ല, ഡൽഹിയിലാണ്. പുള്ളിക്കാരി ഇന്ത്യ മൊത്തം നടന്ന ഈ മുസ്ലിം പള്ളികളിൽ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ, അതിന്റെ ആർക്കിടെക്ചർ എങ്ങനെയാണ്. അപ്പൊ പുള്ളിക്ക് ഇസ്ലാം ഭയങ്കര എങ്ങനെയാണ് ഈ മതം വർക്കാവുന്നൊക്കെ ഭയങ്കര ക്യൂരിയസ് ആണ് പുള്ളിക്കാരി. ഇസ്ലാം ഇല്ലേ? ഇസ്ലാം. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തുള്ള ഭീമാപ്പള്ളി പുള്ളിക്കാരി ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭീമാപ്പള്ളി വന്നിട്ട് എനിക്കൊരു 12th സെഞ്ചുറിയിലോ 13th സെഞ്ചുറിയിലോ ഭീമ എന്ന് പറഞ്ഞ ഒരു ഹീലർ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ മോന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് ഡെഡിക്കേറ്റ് ചരിത്രമായിട്ട് കിടക്കുന്നു ഭീമാപ്പള്ളിയുടെ. അപ്പോൾ നമ്മൾ പക്ഷേ ഭീമാപ്പള്ളിയിൽ നമ്മൾ
എല്ലാവരും പോയി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ ഹീലാവണം, നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമ്മളെ അസുഖം മാറുന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കേരളത്തിൽ ലോകമെമ്പാടും അത്തരം സ്ഥലങ്ങളുണ്ട്, ഉണ്ട് ഒരു വിശ്വാസങ്ങൾ, അതെ മിത്തുകൾ. അതെ 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 അതെ. അപ്പൊ പുള്ളിക്കാരി ഇവിടെ എങ്ങനെയാണ് ഒരു മതവും ഈ ഹീലിങ്ങും അതേപോലെ തന്നെ സയൻസും ഇതെല്ലാം ഒന്നിച്ച് എങ്ങനെ കോഎക്സിസ്റ്റ് ചെയ്യാനൊക്കെയാണ് ഇവിടെ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഇത് നിപ്പായിട്ട് കണക്ട് ചെയ്ത് ഇത് ആക്ച്വലി അപ്പോ ഈ നിപ്പ വന്ന സമയത്ത് കുറെ ആൾക്കാർ ഭീമാപള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു ആ പ്രദേശത്ത് പോയി. പക്ഷെ നിപ്പ കോഴിക്കോടാണ് ഉണ്ടായിരുന്നത്, പക്ഷെ അവിടെ പോയി പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ അതില് പ്രത്യേകിച്ച് സിസ്റ്റർ ലിനി, അത് അവരുടെ സങ്കല്പമാണോ യഥാർത്ഥത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? സങ്കല്പം നിപ്പ കോഴിക്കോടായിരുന്നു. അതെ അതെ അതെ. തിരുവനന്തപുരത്തുകാർ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോ അതെ, തിരുവനന്തപുരത്ത് മാത്രമല്ല ആൾക്കാർ ജനറലി ആൾക്കാർ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ പ്രാർത്ഥനയും സയൻസും ഈ വിശ്വാസവും എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യണത് എന്നൊക്കെയാണ് ഇവര് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. അത് ആദിമകാലം മുതൽ മനുഷ്യ സമൂഹം അങ്ങനെയാണ്. അതെ അതെ അതെ. അതിപ്പോ ഇടിമിന്നല് പോലും നമ്മള് ആദിമ മനുഷ്യൻ ഭയന്നിട്ടുണ്ട്, പേമാരിയെ എല്ലാം, വന്യമൃഗങ്ങളെ, സർപ്പത്തെ, അങ്ങനെയൊക്കെയാണ് ആരാധനകളും വിത്തുകളും ഉണ്ടാവുന്നത്. അതിനെയാണ് അവർ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അതാണ് കണക്ട് ചെയ്യുന്നത്. അതിന്റെ ഡോക്യുമെന്ററി ചെയ്തപ്പോ വേറെ ആളുടെയാണോ? അല്ല, സെയിം ആർട്ടിസ്റ്റിനാണ്, പല്ലവി പോളിനാണ്. ശ്രീ ലക്ഷ്മി നമ്മുടെ കൂടെ ഉള്ളത് കൊച്ചിക്കാരിയായ ഈ ബിനാലയുടെ ഒരു സംഘാടകരിൽ ഒരാളാണ്. ഓടി നടന്ന് ഊർജ്ജസ്വലയായി സംഘടിപ്പിക്കുന്ന ആള്. എന്താണ് ഇനി പറയാനുള്ളത്? കൊച്ചിക്കാർക്ക് ശരിക്കും ഇതൊരു ആഘോഷമാണ്. ബിക്കോസ് വേൾഡ് വൈഡ് ആൾക്കാർ ഇങ്ങോട്ട് വന്നു അവരുടെ എക്സ്പീരിയൻസും പിന്നെ ഈ പ്രസന്റിൽ നടക്കുന്ന കുറേ കാര്യങ്ങളും, ആർട്സ് ആണെങ്കിൽ കുറേ സ്കൾപ്ചേഴ്സ്, പെയിന്റിങ്സ്, അതും ഓരോ കൺട്രീസിൽ നിന്ന് വരുമ്പോൾ അവരുടെ ഇൻഫ്ലുവൻസും എല്ലാം അവരിവിടെ ഷെയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ലൈക്ക് വേൾഡ്, ഭയങ്കര ഒരു ആഘോഷമാണ്. ലോകത്തിന്റെ ഒരു പരിച്ഛേദം ഇവിടെ കാണാല്ലേ. ലോകം ഇവിടെ ഇറങ്ങി വന്നിരിക്കുകയാണ് ഫോർട്ട് കൊച്ചിയിലേക്ക്. അതെ, അതാണ് സത്യം. അപ്പൊ ഇതിന്റെ ഈ ദൃശ്യവിസ്മയങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.